ദേവിക ഗൗരിയെയും കൂട്ടി ദേവികയുടെ റൂമിലേക്ക് നടന്നു. മോളെ ഇരിക്കെ. ദേവിക അവളെ ബെഡിലേക്ക് ഇരുത്തി വാതിലടച്ചു. മോളെ, നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. എനിക്കറിയുന്ന ഗൗരിക്ക് തിരിച്ചു വരാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ നിനക്കിപ്പോൾ എവിടുന്നോ ഒരു ധൈര്യം വന്നതുപോലെ. ഗൗരി ഒന്ന് ചിരിച്ചു. എൻ്റെ അമ്മേ, ദാ ഈ താലി ഉള്ളിടത്തോളം ഞാനാണ് അങ്ങേരുടെ ഭാര്യ. ആ സ്ഥാനം അനന്യയ്ക്ക് വിട്ടുകൊടുക്കില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ തിരിച്ചു പിടിക്കും. മോളെ, എന്താ കാര്യമെന്ന് തെളിയിച്ചു പറ. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. പറയാം അമ്മേ. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. അന്ന് രാത്രി വീണ്ടും അനന്യയ്ക്ക് ഗൗതമിൻ്റെ ഫോൺ കോൾ വന്നു. അനന്യയുടെ റൂമിന് മുന്നിലൂടെ ഗൗരി താഴേക്ക് പോകുമ്പോഴാണ് ആ സംഭാഷണം കേൾക്കുന്നത്. ഗൗതം, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. എന്നാൽ നീ എന്തേലും ചെയ്യേ. നിന്നേക്കാളും ക്യാഷും പ്രതാപവും ഇന്ന് ദേവനുണ്ട്. നീ പോയാൽ എനിക്കൊരു ചുക്കുമില്ല. ഇവർ തമ്മിൽ വഴക്കാണല്ലോ, ഗൗരി ചിന്തിച്ചു. പെട്ടെന്ന് ഗൗരി അവിടെ നിന്നും ഓടി. അല്പം നേരം മുൻപ് അനന്യ ദേവൻ്റെ റൂമിലായിരിക്കുമ്പോഴാണ് ഗൗതമിൻ്റെ ഫോൺ വരുന്നത്. ദേവ, ഞാൻ ഇപ്പോൾ വരാം, ഒരു വിറയലോടെ അവൾ പറഞ്ഞു. ഓക്കെ, പോയി വാ. ദേവനും സമ്മതം കൊടുത്തു. അവൾ റൂമിലേക്ക് ഓടി. ഹലോ ഗൗതം. ഹലോ അനന്യ, എവിടെയാടോ? കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട്. അത് പിന്നെ, അതൊക്കെ പോട്ടെ. എന്തായി ആ പ്ലോട്ടിൻ്റെ കാര്യം? ഒന്നുമായിട്ടില്ല. വാട്ട്? നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ പറയുന്ന പോലെ എളുപ്പമുള്ള പണിയല്ല ഗൗതം. നിന്നെപ്പോലെയുള്ള ഒരാളല്ല ദേവൻ. ഓ, അപ്പോൾ ഞാൻ വെറും ഉണ്ണാക്കനാണെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല ഗൗതം. മോളെ, നീ ആ പ്രോപ്പർട്ടിയുടെ കാര്യം തീരുമാനമാക്കണം. ഇല്ലെങ്കിൽ ദേ, ഈ ഗൗതമിനെ നിനക്ക് അറിയാമല്ലോ. നീ എന്ത് ചെയ്യുമെന്നാ? ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. ഓ, പഴയ കാമുകനെ കണ്ടപ്പോൾ അവൾക്ക് എല്ലിൽ കുത്താൻ തുടങ്ങി അല്ലേടി? ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പോകണ്ട. നിന്നേക്കാൾ കാശ് ദേവൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഒരു സ്നേഹവും അവനോടുണ്ട്. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കേ. ഏയ് അനന്യ, നിനക്ക് ഗൗതമിനെ ശരിക്കും അറിയില്ല. അനന്യ ഫോൺ ദേഷ്യത്തിൽ കട്ട് ചെയ്തു. അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ട് അനന്യ റൂമിന് പുറത്തേക്ക് വരുമ്പോഴാണ് ആരോ ഓടിപ്പോകുന്നത് അവൾ കണ്ടത്. അനന്യ വേഗത്തിൽ വന്ന് നോക്കി. എന്നാൽ ആരാണെന്ന് കാണാൻ പറ്റിയില്ല. അന്ന് രാത്രി ഉറങ്ങാൻ നേരം ഹാളിലൂടെ ദേവൻ്റെ റൂമിലേക്ക് നോക്കി. ഈ പിശാച് പോയില്ലേ? അനന്യയെ കണ്ട ഗൗരി തിരക്കി. ദേവ, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അനന്യ ദേവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എടി രാക്ഷസി, വല്ലാതെ അടുത്തേക്ക് വരരുത്, ഗൗരി പിറുപിറുത്തു. ഈശ്വര, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ. ഗൗരി ദേഷ്യം കൊണ്ട് നഖം കടിച്ചു. അനന്യ ദേവൻ്റെ പുറത്ത് കൈവച്ചു. ഈശ്വര, എൻ്റെ കന്യകനായ ഭർത്താവിനെ ഇവളെങ്ങാനും പീഡിപ്പിക്കുമോ? ഷോ പണ്ടാരം, നല്ലതുപോലെ കാണുന്നില്ലല്ലോ. അവൾ ദേവൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ദേവൻ്റെ അടുത്തേക്കിരുന്നു. ദേവൻ്റെ മുഖത്ത് കൈവച്ചു. ദേവ, നിനക്ക് എന്നോട് ഒന്നും തോന്നുന്നില്ലേ? അവളുടെ ചോദ്യം കേട്ട് ഗൗരി ഞെട്ടി. തോന്നുന്നുണ്ടടി, തോന്നുന്നുണ്ട്. നിനക്ക് 2 പൊട്ടിക്കാൻ. ഇനിയും വൈകിയാൽ ചിലപ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്തേലും ചെയ്യണം. ഗൗരിയിലെ കുശുമ്പുണർന്നു. ഐഡിയ, അവൾ വിരൽ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ദേവൻ്റെ റൂമിൻ്റെ പുറത്തേക്ക് വന്ന് നിന്നു. അയ്യോ അമ്മേ, ഓടി വരണേ. ദേവൻ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി വന്നു. ഷേ, ഇവൾക്ക് വരാൻ കണ്ട നേരം, അനന്യ മുഖം ചൊളിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ദേവൻ ഡോർ തുറന്നപ്പോൾ ഗൗരി നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അയ്യോ അമ്മേ, എൻ്റെ നടു ഒടിഞ്ഞേ. എന്താ ഗൗരി, എന്ത് പറ്റി? ഏട്ടാ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്ക്. അയ്യോ. അനന്യ അവളെ തന്നെ നോക്കി. ഏട്ടനോ? അനന്യ, ഒന്ന് പിടി, ദേവൻ പറഞ്ഞു. അയ്യേ, എനിക്കൊന്നും വയ്യ. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് എണീപ്പിക്കണേ. നിക്ക്, ഞാൻ എടുക്കാം. ദേവൻ അവളെ 2 കൈയിലും വാരിയെടുത്ത് ദേവൻ്റെ റൂമിലേക്ക് കിടത്തി. ദേവ, ഇവളെ എന്തിനാ റൂമിലേക്ക്? പിന്നെ എന്താ ചെയ്യുക അനന്യ? ടെറസിൽ നിന്ന് താഴേക്കിടണോ? ദേവൻ ചോദിച്ചു. ദേവൻ്റെ ബെഡിൽ അവളെ കിടത്തി. ദേവൻ അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇപ്പോൾ ശരിയായോ? ദേവൻ തിരക്കി. ഇല്ല അമ്മേ, നല്ല വേദന. ഓക്കെ, ഞാൻ ഐസ് എടുത്തിട്ട് വരാം. ദേവൻ അവളെ ശുശ്രൂഷിക്കുന്നത് കണ്ട് അനന്യയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ദേവൻ പോയതും ഗൗരി എഴുന്നേറ്റിരുന്ന് അനന്യയെ നോക്കി. അനന്യ അവളെ ഒരു സംശയത്തോടെ നോക്കി. അപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? പുരികമുയർത്തിക്കൊണ്ട് അനന്യ തിരക്കി. എന്ത് കുഴപ്പം? ഞാനൊരു കാര്യം അനന്യ മേഡത്തിനോട് പറയട്ടെ?
അനന്യ ഗൗരിയെ തന്നെ നോക്കി. എനിക്ക് ഈ ദേവൻ സാറിനെ ഇഷ്ടമാണ്. അനന്യ മേഡം ഇത് സെറ്റാക്കി തന്നാൽ ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഒരു നാണത്തോടെ താഴേക്ക് നോക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞു. അനന്യയുടെ ദേഷ്യം ഇരട്ടിയാക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞു നിർത്തി. ഡി അനന്യ അടിക്കാൻ കൈയുയർത്തിക്കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ടാണ് ദേവൻ വരുന്നത്. ദേവനെ കണ്ടതും ഗൗരി മയങ്ങിയതുപോലെ കിടന്നു. അനന്യ! ദേവൻ ഉറക്കെ വിളിച്ചു. ദേവ, ഇവൾ പറഞ്ഞത് കേട്ടോ? ഇവൾക്ക് ഷട്ടപ്പ്! നീ ആവശ്യത്തിനും അനാവശ്യത്തിനും അവളെ ഉപദ്രവിക്കുന്നുണ്ട്. തളർന്നു കിടക്കുമ്പോഴും വേണോ? ദേവ, ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുക അനന്യ. ഗൗരി പതിയെ കണ്ണുകൾ തുറന്ന് വയ്യാത്തതുപോലെ ദേവനെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല പെയിനുണ്ട്. എന്നാ ഈ ഐസ് വേദനയുള്ളിടത്ത് വെച്ചോ. ദേവൻ അവൾക്ക് നേരെ ഐസ് നീട്ടി. അവൾ ഉള്ളിലൊരു സന്തോഷച്ചിരി ചിരിച്ചുകൊണ്ട് ദേവന് നേരെ അവളുടെ വയറിന് ഭാഗം കാണിച്ചു. ദേവൻ അന്തം വിട്ട് നോക്കി. പെട്ടെന്ന് തന്നെ ഗൗരി കണ്ണടച്ചുറങ്ങുന്നത് പോലെ അഭിനയിച്ചു. ദേവൻ ഐസ് എടുത്ത് പതിയെ ആ വയറിൻ്റെ ഭാഗത്തേക്ക് വെച്ചു തടവി. ദേഷ്യത്തോടെ അനന്യ ദേവന്റെ കൈകളിലേക്ക് നോക്കി. ദേവ, നീ എന്തായി കാണിക്കുന്നത്? അവളുടെ വയറിൽ നീ എന്തിനാ ഐസ് വെച്ച് തടവുന്നത്? എന്നാ നീ ചെയ്യേ. പല്ലിറുമിക്കൊണ്ട് ദേവൻ പറഞ്ഞു. ഒരു സ്വസ്ഥത തരാത്തത് എന്താ? എന്താ ദേവ നിനക്ക് ഇവളോടൊരു സോഫ്റ്റ് കോർണർ? വയ്യാതെ കിടക്കുന്ന ആളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ദേവ, അവളുടെ വയറിനും നടുവിനും ഐസ് വെക്കാൻ ഇവിടെ വേറെ ജോലിക്കാരില്ലേ? അനന്യ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്വിച്ച് ഓൺ ചെയ്തു. ഒരു സെർവൻ്റ് അങ്ങോട്ട് വന്നു. ദീപക്, ദാ ഈ പെണ്ണിന് ഐസൊന്ന് വെച്ച് കൊടുത്തേ. ഏത് പെണ്ണിന് മാഡം? ദാ ആ ഗൗരിക്ക്. സോറി മാഡം, ഗൗരി മാഡത്തിനെ ദേവൻ സാർ നോക്കുന്നുണ്ടല്ലോ. ഡോ, തന്നോട് അവളുടെ ഇടുപ്പിൽ ഐസ് വെക്കാനാണ് പറഞ്ഞത്. ദേവൻ സാറിന് ഇവളുടെ ഇടുപ്പിൽ ഐസ് വെക്കലല്ല പണി. ദീപക് പതിയെ ഭയന്നുകൊണ്ട് ദേവന്റെ അടുത്തേക്ക് വന്നു. ദേവൻ ദേഷ്യം കൊണ്ട് കൈകൾ ചുരുട്ടുന്നത് ദീപക് ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ ദീപക് അവിടെ നിന്നും ഇറങ്ങി. ദീപക്, തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേവൻ കയ്യിലുള്ള ഐസ് ബാസ്ക്കറ്റ് നിലത്തേക്ക് ഇട്ടുകൊണ്ട് ദീപകിൻ്റെ അടുത്തേക്ക് വന്നു. ഗെറ്റ് ഔട്ട്! ദീപക് ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. എന്താ ദേവ, നീ എന്തിനാ അവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? ഇതൊന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല. ദേവൻ എന്തോ അനന്യയുടെ സംസാരത്തിൽ നിന്നും ദേഷ്യം വന്നു. അല്പം നേരം കഴിഞ്ഞപ്പോൾ ഗൗരി എഴുന്നേറ്റു. ദേവൻ സോഫയിൽ കിടന്ന് മയങ്ങിപ്പോയിരുന്നു. അനന്യ ആവട്ടെ അവൻ്റെ അടുത്ത് ചേർന്ന് കിടപ്പുമുണ്ട്. ഓ, നീ ദേവൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ? ഡി കാട്ടുകോഴി, ശരിയാക്കി തരാൻ നിന്നെ. ഗൗരി അവിടെ അവളുടെ തലയ്ക്ക് മീതെ ഇരുന്ന വെള്ളം പതിയെ തട്ടിയിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്നു. ദേവന്റെ ശരീരം മുഴുവൻ നനഞ്ഞു. ഷേ, എന്താ അനന്യ ഈ കാണിച്ചേ? ദേവൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ദേഷ്യപ്പെട്ടു. ദേവ, ഞാനല്ല. ശരീരത്തിലെ വെള്ളം തുടച്ചുകൊണ്ട് അനന്യയും പറഞ്ഞു. പിന്നെ നിന്റെ കൈ തട്ടാതെ വെള്ളം എങ്ങനെ മറിയാനാ? ദേവ, എന്താ പെട്ടെന്ന് നിന്റെ സ്വഭാവം ഇങ്ങനെ? എന്ത്? പിന്നെ വെള്ളം തട്ടി ദേഹത്ത് കളഞ്ഞാൽ എടുത്ത് ഓമനിക്കാൻ പറ്റുമോ? അനന്യ പതിയെ ഗൗരിയെ നോക്കി. ഗൗരി ഒറ്റക്കണ്ണ് തുറന്നുകൊണ്ട് അനന്യയെ നോക്കി ചിരിച്ചു. ദേവ, ഇത് ചെയ്തത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? ദേ ഇവളാണ്, ഈ ഗൗരി. വൃത്തികേട് കാണിച്ചിട്ട് കിടന്ന് പ്രസംഗിക്കുന്നു. ദേവ, ഞാനല്ല. അനന്യ, നിന്റെ റൂമിലേക്ക് ചെല്ല്. എനിക്കൊന്ന് സമാധാനമായി കിടക്കണം. അപ്പോൾ ഇവള് പുരികമുയർത്തി ഒരു സംശയത്തോടെ അവൾ തിരക്കി. അവൾ ഇനി ആന കുത്തിയാൽ അറിയില്ല. അതെങ്ങനെ ദേവനറിയാം? അത് പിന്നെ പറ ദേവ. അവൾക്കുള്ളിൽ സംശയങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങി. ദേ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ എണീക്കാതെ കിടക്കുന്നത്? ഞാൻ എന്തായാലും ഇന്ന് ഇവിടെയാണ് കിടക്കുക. അനന്യ, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? എന്തിനാ ദേവ ഇത്രയും ദേഷ്യം? എനിക്കിപ്പോൾ കുറച്ച് ഫ്രീ ആയി ഇരിക്കണം. എന്നാ ഇവളെയും പറഞ്ഞു വിട്. ഓക്കെ, അവൾ പോയാൽ നീയും പോകുമല്ലോ. ആ, പോകാം. ദേവൻ ഗൗരിയെ എടുത്ത് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. അവളെ ബെഡിൽ കിടത്തി ദേവൻ അവളുടെ കഴുത്തിൽ നിന്നും പതിയെ കൈയെടുക്കുമ്പോഴാണ് ഗൗരി ആ കൈകളിൽ പിടിച്ചു വെച്ചത്. ദേവൻ അല്പനേരം അങ്ങനെ നിന്നു. പതിയെ ഗൗരി കൈവിട്ടു. ഉറക്കത്തിലാണെന്ന് കരുതി ദേവൻ റൂമിന് വെളിയിൽ വന്നപ്പോഴാണ് എന്തോ ഒരു മിന്നായം പോലെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തിരികെ റൂമിലേക്ക് കയറി ദേവൻ ചുറ്റും നോക്കി. അവരുടെ വിവാഹ ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചത് ദേവൻ്റെ കണ്ണിൽപ്പെട്ടു. ആ ചുമരുകൾ അവരുടെ പ്രണയത്തിന് സാക്ഷിയായതുപോലെ അവന് തോന്നി. ദേവൻ്റെ ഫോട്ടോ ആ റൂമിൻ്റെ ഓരോ ചുവരിലും ദേവൻ കണ്ടു. പതിയെ ദേവൻ കിടന്നുറങ്ങുന്ന ഗൗരിയെ ഒന്ന് നോക്കി. ഇവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ദേവൻ ചെറുചിരിയോടെ പുറത്തേക്ക് വന്നു. ഗൗരിയുടെ റൂമിൻ്റെ വാതിലടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഗൗരിയെ നോക്കിക്കൊണ്ടിരുന്നു. തിരികെ റൂമിലേക്ക് എത്തിയപ്പോൾ അനന്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു.
അനന്യ ഇങ്ങ് വന്നേ. ദേവൻ റൂമിന് വെളിയിലേക്ക് വിളിച്ചു. എന്താ ദേവ? അവൾ ദേവന്റെ അടുത്തേക്ക് വന്നു. ദാ റൂമിലേക്ക് പോയിക്കോളൂ. അവൾ പുറത്തേക്കിറങ്ങിയതും ദേവൻ വാതിൽ കൊട്ടിയടച്ചു. ദേവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവൻ ഇങ്ങനെയായിരുന്നില്ല. അവളുടെ ഒറ്റ വീഴ്ച നാടകം അവൻ്റെ ഉള്ളിൽ എന്തോ തീ കൊളുത്തിയിട്ടുണ്ട്. ഇനി വിട്ടുകൊടുത്തുകൂടാ. അവളുടെ ഉള്ളിൽ ഞാൻ സംശയിച്ചതുപോലെ ദേവനോട് പ്രണയം തന്നെയാണ്. അന്ന് രാത്രി എങ്ങനെ നോക്കിയിട്ടും ദേവന് ഉറക്കം വന്നില്ല. കണ്ണടച്ചാൽ ഗൗരിയുടെ ചിരിയാണ് അവൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്താ ദേവാ ഇത്? ആ കോളനി പെണ്ണിനോട് നിനക്ക് പ്രേമം വല്ലതുമാണോ? ദേവൻ ദേവൻ്റെ മനസ്സിനോട് തന്നെ തിരക്കി. പിറ്റേന്ന് രാവിലെ ദേവൻ്റെ റൂമിലേക്ക് അനന്യ വന്നെങ്കിലും ദേവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ദേവൻ എവിടെ പോയി? അപ്പോഴാണ് ടെറസിൻ്റെ മുകളിൽ നിന്നും എക്സസൈസ് ചെയ്തു വരുന്നത് കാണുന്നത്. ഹായ് ദേവ, ഗുഡ് മോർണിംഗ്. ഹായ് അനന്യ. ദേവൻ ധൃതിയിൽ അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു. എന്തേ ദേവ, വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു. അതെ, ഇന്ന് PA ലീവാണ്. അപ്പോൾ ഗൗരിയെ വിളിക്കണം. എന്തിന്? ഞാനുള്ളപ്പോൾ എന്തിനാ ദേവ അവളെ PA ആയി വിളിക്കുന്നത്? ഞാൻ വരാം. അല്ലെങ്കിലും അവളെ പോലെയുള്ള ലോക്കൽസ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യാൻ വിളിക്കണോ? നിനക്കറിയില്ല അനന്യ, അവളൊരു തവണ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 1 ഡേ ചെയ്ത് തീർക്കേണ്ട വർക്ക് 3 മണിക്കൂർ കൊണ്ടാ ചെയ്ത് തീർത്തത്. ഓഹ്, എന്തായാലും ഞാനുമുണ്ട് ഇന്ന് ദേവൻ്റെ കൂടെ. ഇന്ന് വേണ്ട അനന്യ, പിന്നെ ഒരിക്കലാവാം. ഓ, അപ്പോൾ ദേവന് എന്നേക്കാൾ വലുത് അവളാണല്ലേ? ഓഹ്, അനന്യ പോയി റെഡി ആയിക്കോ. താങ്ക്സ് ദേവ. അനന്യ ദേവൻ്റെ അടുത്തേക്ക് ആഞ്ഞ് ഉമ്മ വെച്ചുകൊണ്ട് അവിടെ നിന്നും പോയി.